I'm at the Bharat Tex Fair. This is a Make in India movement, and this is what we see. Do not click photos, domestic not allowed, and that local buyers not allowed. And this is Bharat Tex, and it's supposed to be Make in India. And I'm Indian, and I'm not allowed here. That's just ridiculous. സങ്കൽപ്പിക്കുക, നിങ്ങളുടെ സ്വന്തം നഗരത്തിൽ നടക്കുന്ന വളരെ വലിയൊരു പ്രദർശനത്തിൽ നിങ്ങൾ പങ്കെടുക്കാൻ പോവുകയാണ്. പുതിയ കാര്യങ്ങൾ കാണാനും വ്യവസായവുമായി ബന്ധപ്പെട്ട ആളുകളെ പരിചയപ്പെടാനുമൊക്കെ വലിയ ആവേശത്തോടെയാണ് നിങ്ങൾ അവിടെ എത്തുന്നത്. അതെ, അത്തരം വേദികളിൽ എത്തുമ്പോൾ ആർക്കായാലും വലിയൊരു ആവേശമുണ്ടാകും. തീർച്ചയായും. എന്നാൽ അവിടെയുള്ള ഒരു പ്രത്യേക കടയുടെ അല്ലെങ്കിൽ സ്റ്റാളിൻ്റെ മുന്നിലെത്തുമ്പോൾ ഒരാൾ നിങ്ങളെ തടഞ്ഞു നിർത്തി പറയുകയാണ്, നിങ്ങൾ ഇന്ത്യക്കാരനായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തൊലിയുടെ നിറം തവിട്ടായതുകൊണ്ട് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല എന്ന്. വാവ്, അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരിക്കും. അതെ, ഇതൊരു അടച്ചിട്ട കടയായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ പൗരത്വവും നിറവും മാത്രമാണ് ആ വിലക്കിന് കാരണമെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ശരിക്കും സ്വന്തം രാജ്യത്ത് വെച്ച് ഇങ്ങനൊരു അനുഭവമുണ്ടായാൽ അത് വലിയൊരു മാനസികാഘാതം തന്നെയാവും, അല്ലേ? അതെ, ഡൽഹിയിൽ നടന്ന ഭാരത് ടെക്സ് 2026 എന്ന ആഗോള ടെക്സ്റ്റൈൽ ഇവന്റിൽ പ്രമുഖ ഇന്ത്യൻ ബ്രാൻഡായ ബ്ലിസ് ക്ലബിന്റെ സ്ഥാപക മിനു മാർഗരറ്റിന് നേരിടേണ്ടി വന്നത് കൃത്യമായും ഈയൊരു സാഹചര്യമാണ്. സോഷ്യൽ മീഡിയയെ അക്ഷരാർത്ഥത്തിൽ രണ്ടായി തിരിച്ച ഒരു സംഭവമായിരുന്നു അത്. ശരിയാണ്. അപ്പോൾ ഈ സംഭവം വെറുമൊരു ബിസിനസ് തന്ത്രം മാത്രമായിരുന്നോ അതോ വ്യക്തമായ വിവേചനമായിരുന്നോ എന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായി പരിശോധിക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. തീർച്ചയായും. ഈയൊരു വിഷയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിലടങ്ങിയിട്ടുള്ള വൈകാരികമായ തലവും അതുപോലെ തന്നെ ബിസിനസ്സിന്റെ തികച്ചും യാന്ത്രികമായ തലവും നമ്മൾ വേർതിരിച്ചു കാണേണ്ടതുണ്ട്. ഭാരത് ടെക്സ് എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന വളരെ വലിയൊരു ആഗോള വേദിയാണല്ലോ. അതെ, ലോകമെമ്പാടുമുള്ള വമ്പൻ ബ്രാൻഡുകളും നിർമ്മാതാക്കളും ഒത്തുചേരുന്ന വേദി. അവിടെ എത്തിയ മിനു മാർഗരറ്റ് തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് തുറന്നു പറഞ്ഞത്. അതായത്, അവിടെയുണ്ടായിരുന്ന ഒരു പ്രത്യേക സ്റ്റോളിൽ തവിട്ട് നിറമുള്ളവർക്ക് പ്രവേശനമില്ല എന്ന് കാണിക്കുന്ന ഒരു ബോർഡ് താൽക്കാലികമായി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവർ ആരോപിച്ചത്. അവിശ്വസനീയം തന്നെ. മാത്രമല്ല, ആ സ്റ്റോളിലുണ്ടായിരുന്ന ഉൽപ്പന്നങ്ങൾ തൊട്ടുനോക്കാൻ പോലും ഇന്ത്യൻ ഉപഭോക്താക്കളെ അവർ അനുവദിച്ചിരുന്നില്ല എന്നും ഒരു പറയുന്നുണ്ട്. മിനു മാർഗരറ്റ് വെറുമൊരു സാധാരണ ഉപഭോക്താവായിരുന്നില്ല എന്നതും നമ്മൾ ഓർക്കണമല്ലേ? ഇന്ത്യയിൽ ബ്ലിസ് ക്ലബ് എന്നൊരു വലിയ ബ്രാൻഡ് കെട്ടിപ്പടുത്ത ബിസിനസ് രീതികളെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള വ്യക്തിയാണവർ. ശരിയാണ്. ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എത്തിക്കാൻ നിരന്തരം ശ്രമിക്കുന്നൊരു സംരംഭക എന്ന നിലയിൽ ഈ സംഭവം അവർക്ക് വ്യക്തിപരമായി വലിയ നിരാശയുണ്ടാക്കിയെന്നത് സ്വാഭാവികമാണ്. വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വർണ്ണവിവേചനം പോലെയുള്ള കാര്യങ്ങൾ പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം. അത് നമ്മളൊരുപക്ഷെ മാനസികമായി എങ്ങനെയെങ്കിലും ഉൾക്കൊള്ളാൻ ശ്രമിക്കും. അതെ, ഉൾക്കൊള്ളാൻ ശ്രമിക്കും. എന്നാൽ സ്വന്തം രാജ്യത്ത് ഇത് സ്വന്തം വീട്ടിൽ നടക്കുന്നൊരു വലിയ പാർട്ടിയിൽ ചില മുറികളിൽ മാത്രം നിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് പോലെയാണ്, അല്ലേ? അത് ആരെയും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. കൃത്യമായി പറഞ്ഞു. വിദേശത്ത് വിവേചനം നേരിട്ടിട്ടുണ്ടാകാം, എന്നാൽ സ്വന്തം രാജ്യത്ത് ഇത് സംഭവിക്കുന്നത് ശരിയാണോ എന്നതാണ് മിനു ചോദിച്ച പ്രധാന ചോദ്യം. ഈ സ്റ്റോൾ കയറ്റുമതിയെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അവർക്കറിയാമായിരുന്നു. ബിസിനസ് മോഡൽ അവർക്കറിയാമായിരുന്നു. അതെ, എന്നിട്ടും ആ ഒഴിവാക്കൽ രീതിയെയാണ് അവർ ചോദ്യം ചെയ്തത്. കാരണം അത് ചെയ്ത രീതി വളരെ അപമാനകരമായിരുന്നു. ഈ ഒരു സംഭവത്തിലെ പ്രതിധ്വനി സോഷ്യൽ മീഡിയയിൽ വളരെ വലുതായിരുന്നു. കാരണം ഇത് മിനു മാർഗരറ്റിന്റെ മാത്രം അനുഭവമായിരുന്നില്ല. ആ പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് തങ്ങൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടെത്തിയത്. പലരും അവരുടെ നിരാശ പരസ്യമായി തന്നെ പങ്കുവച്ചു. അതെ, അതിലൊരാൾ 8 മണിക്കൂർ യാത്ര ചെയ്ത് വളരെ വലിയ പ്രതീക്ഷകളോടെയാണ് ആ ഇവന്റിൽ പങ്കെടുത്തത് എന്നൊരു കമന്റ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. 8 മണിക്കൂറോ? വാവ്! അതെ, ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായത്തിലെ പുതിയ മാറ്റങ്ങൾ കാണുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ആഭ്യന്തര വിപണിയിൽ, അതായത് ലോക്കൽ മാർക്കറ്റിൽ, തങ്ങൾക്ക് യാതൊരു താൽപ്പര്യവുമില്ല എന്നാണ് മിക്ക എക്സിബിറ്റർമാരും അവരോട് പറഞ്ഞത്. 8 മണിക്കൂർ യാത്ര ചെയ്തു വന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ആർക്കായാലും കടുത്ത നിരാശ തോന്നും. ആ നിരാശ വളരെ സ്വാഭാവികമാണ്.
ആഗോളവൽക്കരണത്തിന്റെ ഈ കാലത്ത് ഇത്തരം കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നത് സങ്കടകരമാണെന്നാണ് മറ്റൊരു ഉപയോക്താവ് അതിനോട് പ്രതികരിച്ചത്. ശരിയാണ്. ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ ആ ബോർഡ് വായിച്ചത് വളരെ വിചിത്രവും അപമര്യാദയുമായി തോന്നി എന്നും അവർ പറയുന്നുണ്ട്. ഇതിലൂടെ ബിസിനസ് ലക്ഷ്യങ്ങൾക്കപ്പുറം ഇത്തരം തീരുമാനങ്ങൾ മനുഷ്യരിലുണ്ടാക്കുന്ന വൈകാരികമായ ആഘാതമാണ് നമ്മൾ കാണുന്നത്. അത് ശരിയാ. എന്നാൽ ഒരു നിമിഷം, എനിക്കിവിടെ ഒരു ചെറിയ സംശയം തോന്നുന്നുണ്ട്. എന്താണ്? ഒരുപക്ഷേ ഇതൊരു ബിസിനസ് കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു കാര്യം ആശയവിനിമയത്തിലെ പിഴവുകൊണ്ട് വിവേചനമായി തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ടോ? അതായത് കോടികളുടെ ബിസിനസ് നടക്കുന്നൊരു വേദിയിൽ വെറുതെ ഒരാളെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഒരു കമ്പനിയും അങ്ങനെ ഒരു ബോർഡ് വെക്കില്ലല്ലോ. വളരെ നല്ലൊരു ചോദ്യമാണിത്. ഈ സംഭവത്തെ ന്യായീകരിക്കുന്ന ആളുകളുടെ വാദങ്ങളും നമ്മൾ നിഷ്പക്ഷമായി പരിശോധിക്കേണ്ടതുണ്ട്. അതെ. ഭാരത് ടെക്സ് പോലെയുള്ള ഒരു മേളയിൽ പങ്കെടുക്കുന്ന പല നിർമ്മാതാക്കളും പൂർണ്ണമായും കയറ്റുമതി മാത്രം ലക്ഷ്യമിടുന്നവരാണ്. അന്താരാഷ്ട്ര ബ്രാൻഡുകളുമായി മാത്രം പ്രവർത്തിക്കുക എന്നതാണ് അവരുടെ ബിസിനസ് മോഡൽ തന്നെ. ഓ, അപ്പോൾ അവർ ലോക്കൽ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ കൊടുക്കുന്നേയില്ല അല്ലേ? അതെ. ഇതെല്ലാം അന്താരാഷ്ട്ര ബ്രാൻഡുകളെ ഇന്ത്യയിൽ നിർമ്മാണം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിശാലമായ ലക്ഷ്യങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. ഭാരത് ടെക്സ് എന്നത് ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ മൂല്യശൃംഖലയെയും നിർമ്മാണശേഷിയെയും ആഗോളതലത്തിൽ കാണിക്കാനുള്ള ഒരു വലിയ വേദിയാണ്. അതായത് ഇന്ത്യയിലെ ലോക്കൽ റീറ്റെയിലർമാർക്ക് സാധനങ്ങൾ വിൽക്കാനുള്ളൊരു സ്ഥലമല്ല അത് എന്നർത്ഥം. കൃത്യമായി പറഞ്ഞാൽ അതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഇത്തരം മേളകളിൽ എക്സിബിറ്റർമാർക്ക് തങ്ങളുടെ സമയം വളരെ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതുണ്ട്. അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകൾ തരുന്ന പ്രസക്തമായ ബിസിനസ് അന്വേഷണങ്ങൾക്ക് മുൻഗണന നൽകാൻ ഇത്തരം ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പൊ മനസ്സിലായി. അപ്പോൾ ആ സ്റ്റോളിൽ ഉൽപ്പന്നങ്ങൾ തൊടാൻ പാടില്ല എന്നവർ കർശനമായി പറഞ്ഞതിനും ഒരു കാരണമുണ്ടാകുമല്ലോ. എന്തെങ്കിലും ബൗദ്ധിക സ്വത്തവകാശ പ്രശ്നങ്ങൾ, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഷ്യൂസ് ആയിരിക്കുമോ? തീർച്ചയായും. വലിയ അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്ക് വേണ്ടി മാത്രം നിർമ്മിച്ച എക്സ്ക്ലൂസീവ് ഡിസൈനുകളായിരിക്കാം അവിടെ പ്രദർശിപ്പിച്ചിരുന്നത്. ലോക്കൽ മാർക്കറ്റിലെ ആളുകൾ വന്നത് കാണുകയും അതിന്റെ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്താൽ അത് വലിയ നിയമപ്രശ്നങ്ങൾക്ക് കാരണമാകും. ഡിസൈൻ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അതെ, അത് ആ നിർമ്മാതാക്കളുടെ ബിസിനസിനെ പൂർണ്ണമായും തകർക്കും. അതുകൊണ്ടാണ് അവർ അത്തരം നിയന്ത്രണങ്ങൾ വെക്കുന്നത്. ബിസിനസിന്റെ ഈ വശം എനിക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നുണ്ട്. എക്സ്പോർട്ട് ഓൺലി ബിസിനസ് നടത്തുന്നവർക്ക് റീറ്റെയിൽ ഉപഭോക്താക്കളെ ഒഴിവാക്കേണ്ടതുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ അവിടെ ഉപയോഗിച്ച വാക്കുകൾ കുറച്ചുകൂടി മര്യാദയോടെ ആകാമായിരുന്നില്ലേ? അത് ശരിയാണ്. ഈ മറുവാദം ഉന്നയിക്കുന്നവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണത്. ഉപയോഗിച്ച വാക്കുകൾ കുറച്ചുകൂടി മാന്യമായിരിക്കാമായിരുന്നു. ഇത് ആരെയും അപമാനിക്കാനല്ല, മറിച്ച് ഇരു കൂട്ടരുടെയും സമയം ലാഭിക്കാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നുവെന്നാണ് അവർ വിശദീകരിക്കുന്നത്. അതെ, B2B ഇടപാടുകൾക്ക് മാത്രം, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബയേഴ്സിന് മാത്രം എന്നൊരു ബോർഡ് വെക്കുന്നതിനു പകരം ഇങ്ങനെ തവിട്ട് നിറമുള്ളവർക്ക് പ്രവേശനമില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയത് ഒരു വലിയ ആശയവിനിമയ പരാജയമാണ്. തീർച്ചയായും. തങ്ങളുടെ സമയം ലാഭിക്കുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി അവർ എടുത്ത കുറുക്കുവഴി പുറത്തുനിന്നൊരാൾക്ക് വംശീയമായ ഒരു മാറ്റി നിർത്തലായിട്ടാണ് അനുഭവപ്പെട്ടത്. ഈ സംഭവത്തിൽ രണ്ട് സമാന്തരമായ യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് നമ്മൾ കാണുകയാണ്. ഒരേ സംഭവം എങ്ങനെ രണ്ട് വ്യത്യസ്ത രീതികളിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് നോക്കൂ. അതെ, വളരെ വിരോധാഭാസമുള്ള ഒരു കാര്യമാണത്. ഒരു വശത്ത് സ്വന്തം രാജ്യത്ത് മാറ്റി നിർത്തപ്പെടുന്നതിൻ്റെ വളരെ ആഴത്തിലുള്ള വൈകാരികമായ വേദനയാണ് നമ്മൾ കണ്ടത്. മറുവശത്ത് സമയവും ബിസിനസ്സും സംരക്ഷിക്കാനുള്ള തികച്ചും പ്രായോഗികമായ ചില തീരുമാനങ്ങളും. പ്രായോഗികം, പക്ഷെ തീർത്തും മോശമായി നടപ്പിലാക്കപ്പെട്ട തീരുമാനങ്ങൾ. അതെ. അപ്പോൾ ഈ ചർച്ച കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ സ്വന്തം ജോലിസ്ഥലത്തോ ബിസിനസ്സിലോ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ മറ്റുള്ളവർ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. കാരണം പലപ്പോഴും നമ്മുടെ ഉള്ളിലെ ഉദ്ദേശ്യത്തേക്കാൾ നമ്മളത് എങ്ങനെ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. ഒരു ചെറിയ ആശയവിനിമയത്തിലെ പിഴവ് എങ്ങനെ വലിയൊരു വിവാദമായി മാറുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കണ്ടത്. തീർച്ചയായും. നമ്മൾ ഈ ആഴത്തിലുള്ള വിശകലനം അവസാനിപ്പിക്കുമ്പോൾ ഈ സംഭവത്തെ അടിസ്ഥാനമാക്കി
എന്നാൽ ഇതുവരെ ലഭ്യമായ സ്രോതസ്സുകളിൽ എങ്ങും കാണാത്ത വളരെ ഗൗരവമുള്ള മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. എന്താണത്? സാമ്പത്തിക ലാഭത്തിനും സമയലാഭത്തിനും വേണ്ടി എടുക്കുന്ന ഒരു തീരുമാനം പുറമേ നിന്ന് നോക്കുമ്പോൾ വംശീയ വിവേചനമായി അനുഭവപ്പെടുകയാണെങ്കിൽ ആ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശ്യത്തിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? അതായത്, ബിസിനസ്സിൽ നിങ്ങളുടെ ഉദ്ദേശ്യശുദ്ധിയാണോ അതോ അത് മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന ഫലമാണോ പ്രധാനം? ബിസിനസിന്റെ അതിവേഗ ലോകത്ത് നമ്മൾ കാര്യക്ഷമതയ്ക്ക് പിന്നാലെ പായുമ്പോൾ അത് മറ്റുള്ളവരിലുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ച് നമ്മൾ മറന്നുപോകുന്നുണ്ടോ? ഈ ചിന്തോദ്ദീപകമായ ചോദ്യം നിങ്ങൾക്കായി മാറ്റിവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഴത്തിലുള്ള ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം.